ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ സാനു കെ സജീവും തുടരുന്നുണ്ട്. സാനു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞു. ഈ റോഡ് ഷോ ആരംഭിക്കാൻ ഇനിയും എത്ര സമയം നമ്മൾ കാത്തു നിൽക്കണം? എത്രത്തോളം വലിയ ആവേശമാണ് സ്വരാജ് റൗണ്ടിലുള്ളത്? കാരണം ഈ റോഡ് ഷോ സ്വരാജ് റൗണ്ടിലൂടെയാണല്ലോ എത്താൻ പോകുന്നത്. NDAയുടെ എല്ലാ സ്ഥാനാർത്ഥികളും, ആ ജില്ലയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം വലിയ ആവേശക്കാഴ്ച അവിടെ ഉണ്ട്? ഗൗതം, എന്തായാലും പ്രധാന സേവകൻ തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് കാലുകുത്തിയിരിക്കുകയാണ്. കുട്ടനെല്ലൂർ ഹെലിപ്പാഡിൽ അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി ഇറങ്ങിയിരിക്കുന്നു. ഇനിയും 10 മിനിറ്റിനകം തന്നെ ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രധാനമന്ത്രി എത്തും, പ്രധാന സേവകനെത്തും, നരേന്ദ്രനെത്തും. എന്തായാലും വടക്കുന്നാഥന്റെ മണ്ണ് ആകെ ആവേശത്തിലാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി. നമുക്ക് NDA സ്ഥാനാർത്ഥികളായിട്ടുള്ള KK അനീഷ് കുമാർ, അതേപോലെ തന്നെ പത്മജ വേണുഗോപാൽ, ഒപ്പം തന്നെ 58 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് BJPയിലെത്തി NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള നാട്ടികയിലെ NDA സ്ഥാനാർത്ഥി CC മുകുന്ദനും നരേന്ദ്രമോദിക്കൊപ്പം ഈ വടക്കുന്നാഥന്റെ സ്വരാജ് റൗണ്ടിലൂടെ, വടക്കുന്നാഥന്റെ പ്രദക്ഷിണ വഴിയിലൂടെ പ്രധാനമന്ത്രിക്കൊപ്പം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ഈ അവസാന നിമിഷം അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും CC മുകുന്ദനും പ്രധാനമന്ത്രിക്കൊപ്പം, പ്രധാനമന്ത്രിയുടെ ഒപ്പം തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഈ പ്രവർത്തകരെ കാണാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ള സുപ്രധാനമായിട്ടുള്ള വിവരം. എന്തായാലും 10 മിനിറ്റിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. അതേപോലെ തന്നെ ഈ ജില്ലയിൽ നിന്നുള്ള 50,000-ലധികം പ്രവർത്തകരും ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലെയും NDA സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഐതിഹാസികമായിട്ടുള്ള വിജയം നേടിയ ജില്ലയാണ് തൃശ്ശൂർ. 2024 7 നിയോജക മണ്ഡലങ്ങളിൽ 6 വിജയിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് നടന്നു കയറിയത്. ആ ജില്ല അത്രയേറെ പ്രാധാന്യമുള്ള ജില്ലയാണ്, അത്രയേറെ പ്രാധാന്യത്തോടെ കേന്ദ്ര നേതൃത്വം കാണുന്ന ജില്ലയാണ്. അതേപോലെ തന്നെ 7 നിയോജക മണ്ഡലങ്ങളും A ക്ലാസ് മണ്ഡലങ്ങളായി കണ്ടുകൊണ്ട് അത്രയേറെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു, അതേപോലെ തന്നെ പ്രാധാന്യത്തോട് കാണുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. അത്തരത്തിലുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ടാവണം പ്രധാനമന്ത്രി 1 കിലോമീറ്ററോളം ദൂരം ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നത്. നമ്മൾ പാലക്കാട് അല്പസമയം മുമ്പ് കണ്ടതാണ്. വളരെ കുറച്ച് ദൂരം മാത്രമാണ് അദ്ദേഹം ഈ പ്രവർത്തകരെ കാണുന്നതിന് വേണ്ടിയിട്ട് നിരത്തിലേക്ക് ഇറങ്ങിയത്. ആ പാലക്കാട് നിന്നും വിഭിന്നമായിക്കൊണ്ട് ഈ 1 കിലോമീറ്റർ അധികം ദൂരം അദ്ദേഹം ഈ പ്രവർത്തകരെ കാണുന്നതിന് വേണ്ടി, വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി, വോട്ട് തേടുന്നതിന് വേണ്ടി, ഈ കേന്ദ്ര നേതൃത്വത്തിന് അല്ലെങ്കിൽ BJPയുടെ ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്നതിന് വേണ്ടി അദ്ദേഹം നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ എന്തായാലും വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ കാത്തു നിൽക്കുന്നു. ഉച്ചയോടുകൂടി തന്നെ പല കൈവഴികളിൽ നിന്നായി ഒഴുകിയെത്തിയ 10,000-ങ്ങൾ ഈ സ്വരാജ് റൗണ്ടിൽ തെങ്ങി നിൽക്കുകയാണ്. അവരെല്ലാം പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അക്ഷമയായി കാത്തിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ, 10 മിനിറ്റിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം, സാനു പറഞ്ഞതുപോലെ തന്നെ ഈ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാജ്യം തന്നെ ചർച്ച ചെയ്ത ഒരു ജില്ലയാണ്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇടതും വലത്തിനും ബദലായി NDA ശക്തമായ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു കേരളത്തിൽ. അതിൻ്റെ ഒരു വലിയ തുടക്കം എന്നതിലുപരി വലിയ മുന്നേറ്റം തന്നെയാണ് ഈ തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് എന്ന രീതിയിൽ തന്നെയാണ് രാജ്യം മുഴുവൻ, രാഷ്ട്രീയ നിരീക്ഷകരടക്കം ആ തൃശ്ശൂർ ജില്ലയെ വിലയിരുത്തിയത്. ഇതിൽ ഇപ്പോൾ പ്രധാന സേവകൻ വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ കൂടുതൽ നിയമസഭാ സാമാജികരെ നിയമസഭയിലേക്ക് അയക്കുക, അത്തരത്തിലുള്ള പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാടും തൃശ്ശൂരും ആദ്യ വരവിൽ തന്നെ ഇടം പിടിച്ചത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ഓരോ പ്രവർത്തകരും, BJP NDA പ്രവർത്തകരൊക്കെയും ഒപ്പം സ്ഥാനാർത്ഥികളൊക്കെയും അത്രത്തോളം ആവേശത്തിലാണ്. പല നിയമസഭാ മണ്ഡലങ്ങളിലും പിടിച്ചെടുക്കും ഞങ്ങൾ, അത്തരത്തിലുള്ള ഒരു ദൃഢനിശ്ചയം തന്നെയാണ്, നിശ്ചയദാർഢ്യം തന്നെയാണ് ഓരോരുത്തരെയും അവിടെ ഒഴുകിയെത്തിയ ഓരോരുത്തരുടെയും മുഖത്ത് കാണാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് KP, ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2024 വരെ BJP വിജയിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പലരും ട്രോളുകളായിരുന്നു അതിന് മറുപടിയായി നൽകിയിരുന്നത്, അല്ലെങ്കിൽ പരിഹാസമായിരുന്നു ഇതിന് മറുപടിയായിട്ട് നൽകിയിട്ടുള്ളത്. എങ്ങനെയാണ് BJP ജയിക്കുക? ഇടത് വലത് മുന്നണി രാഷ്ട്രീയത്തിനിടയിൽ, അല്ലെങ്കിൽ ആ ഒരു ഇടയിലേക്ക് എങ്ങനെയാണ് മൂന്നാമതൊരു ബദലിന് സ്വാധീനമുണ്ടാകുക, അല്ലെങ്കിൽ അതിനൊരു സാധ്യത ഉണ്ടാകുക എന്നുള്ള ചോദ്യത്തിന് മറുപടി കൂടിയായിരുന്നു 2024 സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ളത്. ഏറെ ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ടതാണ്. ഏറെ നമ്മൾ അതിനെക്കുറിച്ച്
കുറിച്ച് പഠിക്കേണ്ടത് കൂടിയാണ്. അതായത് ഒരിക്കലും വിജയിച്ച് കയറില്ല, അല്ലെങ്കിൽ ഈ നാട്ടിക അടക്കമുള്ള, അതായത് CPI പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വേരൂന്നിയിട്ടുള്ള, അതേപോലെ തന്നെ അന്തിക്കാട് എന്ന് പറയുന്ന CPM-ൻ്റെ അല്ലെ CPI-യുടെ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മോസ്കോ ആയിട്ടുള്ള അവിടെ അടക്കം ലീഡ് ചെയ്തുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ വിജയം അതൊരു മാറ്റത്തിന് തുടക്കം കുറിക്കലായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. വിജയിക്കില്ല എന്ന് കരുതിയിടത്തുനിന്ന് വിജയിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ള പാരമ്പര്യമാണ് BJP-ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിനെ അവർ വലിയ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്നത്. അതായത് തിരുവനന്തപുരം പോലെ തന്നെ, പാലക്കാട് പോലെ തന്നെ, കാസർഗോഡ് മഞ്ചേശ്വരം പോലെ തന്നെ അതീവ പ്രാധാന്യത്തോടു കൂടി തൃശ്ശൂരിനെ കാണുന്നു. ഇതിനു മുൻപ് തന്നെ നമ്മൾ മറ്റൊരു മണ്ഡലമാണ് ഗുരുവായൂരുമായി ബന്ധപ്പെട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ, അവിടുത്തെ രാഷ്ട്രീയ സ്വാധീനം, അതേപോലെ തന്നെ 1980-ന് ശേഷം ഇടത് വലത് മുന്നണികൾക്കുണ്ടായിട്ടുള്ള മൂല്യച്യുതി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ കൂടി രംഗത്ത് വന്നതോടുകൂടി ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിയിരുന്നു. ചില തുറന്ന പറച്ചിൽ കൂടി ഉണ്ടായപ്പോൾ പല കോണുകളിൽ നിന്ന് കേസുകൾ അടക്കം ഉയർന്നു വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ആ കേസുകൾക്കപ്പുറം യാഥാർത്ഥ്യമുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വോട്ടർമാരിൽ ഉണ്ടായതോടെ അല്പസമയം മുമ്പ് ഈ പാലക്കാട് ഈ മോദി സംസാരിച്ചപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം അദ്ദേഹം സമകാലിക കാലിക പ്രസക്തിയുള്ള രാഷ്ട്രീയ വിഷയങ്ങളടക്കം കൃത്യമായി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാനു പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ഗുരുവായൂർ B ഗോപാലകൃഷ്ണൻ നടത്തിയ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ നിർണായകമായ ആ വാക്കുകൾ അത്രത്തോളം ഗൗരവത്തോടെയാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഇടതും വലതും അതിനെ നഖശികാന്തം എതിർക്കുമ്പോൾ ആ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതും വലതും അവിടെ കാലാകാലങ്ങളായി സ്ഥാനാർത്ഥികളെ നിർത്തി അവരെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കുമ്പോൾ ഗുരുവായൂർ പോലുള്ള ഒരു ക്ഷേത്ര നഗരിക്ക് ഒന്നും ചെയ്തിട്ടില്ല, ഒരു പരിഗണന പോലും ലഭിച്ചിട്ടില്ല. ഒരു ഹിന്ദു നാമധാരിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പോലും ഇടതും വലതും എന്തുകൊണ്ട് ശ്രമിച്ചില്ല, എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല, എന്തുകൊണ്ട് അവർ അതിന് തയ്യാറായിട്ടില്ല എന്ന ചോദ്യം തന്നെയാണ് ഓരോരുത്തരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. B ഗോപാലകൃഷ്ണന്റെ വാക്കുകൾക്ക് അത്രത്തോളം പ്രസക്തിയുണ്ട്, അത്രത്തോളം ആ വിലയിരുത്തലുകൾ സ്വാഗതം ചെയ്യപ്പെടുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടും ഒരുപക്ഷേ പ്രധാന സേവകന്റെ ചില വാക്കുകൾ ഉണ്ടായേക്കാം, അതിനുള്ള സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും പാലക്കാട് നിന്നും എന്താണോ അദ്ദേഹം സംസാരിച്ചത് അതിൻ്റെ ഒരു തുടർച്ച കരഘോഷങ്ങളോടെ തൃശ്ശൂർ ജനത ഒന്നാകെ, കേരളക്കര ഒന്നാകെ ഏറ്റുവാങ്ങുന്ന വാക്കുകൾ കൂടി നമ്മൾ കാത്തിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അത് ഗുരുവായൂർ എന്ന് മാത്രം നമ്മൾക്ക് ആ ഒരു മേഖലയിലേക്ക് മാത്രം ആ ഒരു നിലപാടിനെ ഒതുക്കാൻ സാധിക്കില്ല. അത്തരമൊരു മൂല്യച്യുതി പല സ്ഥലങ്ങളിലും ഈ തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വലിയ പ്രത്യേകതകൾ നിറഞ്ഞവരാണ്. അതിപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ്റെ മകള് തന്നെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ അപ്പുറം ഒരു കാര്യങ്ങളൊന്നും ഈ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെ ജില്ലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. അതേപോലെ തന്നെ 58 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് CPI പാരമ്പര്യമുള്ള ആളാണ് CC മുകുന്ദൻ. നാട്ടികയുടെ MLA ആയിരുന്നു. അതേപോലെ തന്നെ നാട്ടികയുടെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും പ്രവർത്തിച്ച് അടിത്തട്ട് മുതൽ CPIയുടെ അടിത്തട്ട് മുതൽ പ്രവർത്തിച്ച് കയറി വന്ന ഒരു സമുന്നതനായിട്ടുള്ള CPIയുടെ നേതാവായിരുന്നു. കറ പുരളാത്ത നേതാവായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ആളാണ് CC മുകുന്ദൻ. അത്തരത്തിലുള്ള വ്യത്യസ്തരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിച്ച് അവിടെ ഉണ്ടായിട്ടുള്ള മൂല്യച്യുതിയിൽ മനം മടുത്തവരാണ് പിന്നീട് അത് BJPയിലേക്ക് എത്തി BJP സ്ഥാനാർത്ഥികളായിട്ട് ജനവിധി തേടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് ഈ ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ എടുത്ത് പരിശോധിച്ചാലും അത്തരത്തിൽ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ സ്ഥാനാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പേരുകളുണ്ട്. അത്തരത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജനകീയ നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയണം. അതായത് ഗോപാലകൃഷ്ണന് ചില തുറന്ന പറച്ചിലുകൾ ഉണ്ടാക്കിയ കോലാഹലം വലുതാണ്. ആ തുറന്ന പറച്ചിൽ കൊണ്ട് ഇടത് വലത് മുന്നണികൾക്കുണ്ടാക്കിയിട്ടുള്ള അസ്വാസ്ഥ്യം അത് വലിയ രീതിയിലാണ്. അവർക്കുണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വലുതാണ്. അതാണ് പല പരാതികൾക്കും ഇടയാക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വലിയ കാത്തിരിപ്പിലാണ് പ്രവർത്തകരുള്ളത്.